ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ശ്യാം വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വേണം. ഇപ്പം പറഞ്ഞതല്ല, കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ അളിയൻ്റെ സൈൻ വേണമെന്ന്. അതെനിക്ക് കൂടിയേ തീരുള്ളൂ ശ്രുതി. അതിന് നിന്റെ സഹായമില്ലെങ്കിലും ഞാൻ ഏത് വിധേനയെങ്കിലും അത് നേടിയെടുക്കും. ശ്രുതികുമാരി ലക്ഷ്മി, ഇതിന്റെ നഷ്ടം നിനക്ക് തന്നെ ആയിരിക്കും, ഓർമ്മയിരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു പോകുന്ന നേരത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഉടനെ അശ്വിന്റെ ഓഫീസിലേക്ക് മാറ്റി ഇറങ്ങാൻ കേട്ടോ ശ്രുതി. അശ്വനാണെങ്കിൽ ആ സമയത്ത് മീറ്റിംഗിലായിരിക്കും. അതൊന്നും നമ്മുടെ ശ്രുതിക്ക് അറിയുന്നില്ല. ശ്രുതി നേരെ കയറി ചെല്ലുന്നത് അശ്വിന്റെ ക്യാബിനിലേക്കായിരിക്കും. അതെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ശ്യാം സാറില്ലേ, അയാൾ എന്തൊക്കെയോ പേപ്പേഴ്സും കൊണ്ട് എൻ്റെ പിറകെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അയാൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിലൊന്നും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവരുത്. അയാൾ നിങ്ങളെ ചതിക്കും. ഇനി അയാൾ നേരിട്ട് തന്നാൽ പോലും അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, എന്നിട്ടേ അതിൽ സൈൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ശ്യാമാണെങ്കിൽ തിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും നമ്മുടെ ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് തിരിയുന്നത്. ശ്യാമിനെ കണ്ടതും ശ്രുതി ആകെ ഞെട്ടിപ്പോവാണേ. വെൽഡൻ ശ്രുതികുമാരി ലക്ഷ്മി, വെൽഡൻ. നീ മിടുക്കിയ, അതിനേക്കാൾ അല്പം മിടുക്ക് എനിക്ക് കൂടിപ്പോയി. നിന്നോട് ആ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോ നീ നിഷേധിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ സ്നേഹമുള്ള ഭർത്താവിന്റെ ചെവിയിൽ അത് നീ എത്തിച്ചു കൊടുക്കുമെന്ന്. പിന്നെ നീ അവിടുന്ന് ധൃതിയിൽ ഇറങ്ങുന്നത് കണ്ടപ്പോ ഇങ്ങോട്ടേക്കാണെന്നും മനസ്സിലായി. അതുകൊണ്ടല്ലേ ഈ ശ്യാം കുറച്ചുകൂടി നേരത്തെ ഇങ്ങ് പോന്നത്. ഇവിടെ വന്നപ്പോ എന്റെ കൂടെയാണ് ഭാഗ്യമെന്ന് എനിക്ക് മനസ്സിലായി. അളിയനിപ്പോ മീറ്റിംഗിലാ. അപ്പോഴാണ് അളിയന്റെ കോട്ട് ഇവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പൊ പിന്നെ ചമഞ്ഞൊരുങ്ങി ക്യാബിനിൽ അല്പനേരം ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴാ അവന്റെ സ്നേഹനിധിയായ ഭാര്യയുടെ എഴുന്നള്ളിപ്പ്. അതുകൊണ്ട് എന്താ, നിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്, ദൈവം എപ്പോഴും ഈ ശ്യാമാധവന്റെ കൂടെയാണ്. നോക്ക് ശ്രുതികുമാരി ലക്ഷ്മി, നിന്നോട് ആ പേപ്പേഴ്സിൽ അളിയനെ കൊണ്ട് ഒപ്പുവെക്കാൻ ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. അതിന് നിനക്ക് സഹായിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരു പടി കൂടി കടന്ന് എന്നെ ഊറ്റിക്കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ശ്രുതികുമാരി. നിങ്ങളുടെ ഭീഷണി കെട്ടി വഴങ്ങില്ല ഞാൻ. ഭീഷണിയോ? നിന്നോടോ? ഞാനോ? എനിക്കാരോടും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ശ്രുതികുമാരി. ഞാൻ പ്രവർത്തിച്ചാ കാണിച്ചു കൊടുക്കാറുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അട്ടാസിക്കാട്ടോ. നീ എന്താ ചോദിച്ചേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ലേ? ഞാൻ നിന്റെ ജീവിതം കുളമാക്കും. കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നിന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും എന്നങ്ങ് പറയണേ. നിനക്കറിയാലോ ഞാനൊരു ക്രിമിനൽ ലോയറാണെന്ന്. നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തിക്കാൻ പോയില്ലേ അശ്വിൻ സൈറാം, എൻ്റെ അളിയൻ. അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും, അളിയാ, ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത്. അളിയന്റെ ഭാര്യ ശ്രുതികുമാരി ലക്ഷ്മിയാണ്. ഒരു സുന്ദരിയായ പെണ്ണ് ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിച്ചാൽ ഞാനും വഴിമാറി ചിന്തിക്കൂലേ? അതാ എനിക്ക് പറ്റിപ്പോയത്. അളിയൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ശ്രുതിയുടെ അടുത്ത്. ശ്രുതിയാണെങ്കിൽ അതും കൂടി കേൾക്കുമ്പോൾ ഞെട്ടി തരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ കാണിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.